ഇത് കേരളത്തില് നമ്മുടെ ഡ്രൈവിംഗ് പരിശീലനവും ലൈസൻസ് കൊടുക്കലിന്റെയും ഏറ്റവും തരം താണ ഒരു രീതിയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാര്യം റിപ്പോർട്ടുകൾ മനസ്സിലാക്കുമ്പോൾ ഈ ഡ്രൈവർ 2019 ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 2025 ആക്സിലേറ്റർ ഏതാ, ബ്രേക്ക് ഏതാ, ക്ലച്ച് ഏതാ എന്നറിയാത്ത രീതിയിൽ വണ്ടി ഓടിച്ചതും സിറ്റിക്കകത്ത്. ഇപ്പൊ അതിനെ ആ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളിന് വീണ്ടും പരിശീലനം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് പരിശീലനം താറുമാറായി കിടക്കുന്നതാണ് കാണിക്കുന്നത്. കാര്യം വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരിക്കലും ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആണ് എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ അയാൾ ഒരു റെസ്പോൺസിബിൾ പെർഫെക്റ്റ് ഡ്രൈവർ ആകൂ. അപ്പൊ ഈ ഡ്രൈവർക്ക് 2019 ആരാണ് ലൈസൻസ് കൊടുത്തത്? അയാളെ ചോദ്യം ചെയ്യണം. ഏത് സ്കൂളിൽ നിന്നാണ് ലൈസൻസ് എടുത്തത്? അത്തരക്കാരെ ചോദ്യം ചെയ്യണം. കാര്യം ഇങ്ങനെ വെറുതെ റോഡ് അപകടം ഉണ്ടാക്കുകയാണ്. ആരെങ്കിലും കേട്ടാ ചിരിക്കും. ഓടിക്കുന്ന ആളിന് ബ്രേക്ക് ഏതാ, ആക്സിലേറ്റർ എന്നറിയാതെ ചവിട്ടി. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ ഒട്ടും തന്നെ യോജിക്കില്ല. ഇതൊന്നുമല്ല സത്യം. സത്യം മറ്റൊന്ന് എന്തെങ്കിലും ആകും. കാരണം വട്ടിയൂർ കവിന്ന് ഓടിച്ച് പല സ്ഥലത്തൂടെ ഒക്കെ കറങ്ങി അടിച്ചിട്ട് ജനറൽ ആശുപത്രിയുടെ ഇതൊക്കെ ഡിസൈൻഡ് റോഡാണ്. അവിടെ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. നേരത്തെ തന്നെ അപകടങ്ങളുടെ നിരക്ക് വളരെ കുറവുള്ള ഏരിയയാണ് ഈ പറഞ്ഞ ജനറൽ ആശുപത്രി ജംഗ്ഷൻ. അപ്പൊ അവിടെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡ്രൈവറുടെ ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചു എന്ന് പറയുന്നതാണോ? സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ഡ്രൈവർ ഉപയോഗിച്ച ഫുട് വിയർ, ചിലപ്പോൾ പോയിന്റഡ് ആയിട്ടുള്ള പുതിയ ഷൂസ് ഇന്നലെ വരെ ഉപയോഗിച്ചതിന് പകരം ഇന്ന് പുതുതായിട്ടൊരു ഷൂസ് മേടിച്ചാൽ നമുക്ക് ആ ഷൂസ് പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചെരുപ്പ് പ്രോപ്പർ അല്ലെങ്കിൽ ആക്സിലേറ്റർ ബ്രേക്കിന്റെ ഇടയ്ക്ക് ജാമായി പോവും. പിന്നെ കുടിക്കുന്ന കുപ്പിവെള്ളത്തിന്റെ കുപ്പി വന്ന് ബ്രേക്ക് പെഡലിന്റെ ഇടയ്ക്ക് ജാമായി കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടാതെ വരുമ്പോൾ പാനിക്കാവും, ആക്സിലേറ്ററുമേ ചവിട്ടും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാകാനാണ് സാധ്യത. പക്ഷെ എന്നാൽ തന്നെയും ഈ ഇന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് കിട്ടിയ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഡ്രൈവർ പാനിക്കായിട്ട് ബ്രേക്ക് ചവിട്ടുന്നതിന് പകരം ആക്സിലേറ്റർ ചവിട്ടി എന്നുള്ളത്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് പരിശീലന സമ്പ്രദായം ആകെപ്പാടെ ഒന്ന് അടിച്ചു വാർത്ത് പുതിയതാക്കണം. കാര്യം ഇതിനൊരു നിലവാര തകർച്ച ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അതുപോലെ തന്നെ സമാനമായ രീതിയിലൊരു അപകടം ഒരു സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ സ്കൂളിൽ ഉണ്ടായിരിക്കുന്ന അപകടം, ഈ സ്കൂളിലേക്ക് വാഹനം, ഒരു കാറ് പാഞ്ഞു വരികയായിരുന്നു. വലിയ വേഗതയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ ഒരു കുട്ടി അപ്രതീക്ഷിതമായി ഓടി വരികയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ കാറിന് മുന്നിലേക്ക് ചാടി. അപ്പോൾ ഈ സ്കൂളിനുള്ളിലേക്ക് ഈ വാഹനങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായി ഉണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. കാര്യം സ്കൂൾ പ്രമിസസിലൊക്കെ തന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പാർക്കിംഗ് ഏരിയയിലേക്ക് കുട്ടികൾക്ക് കടക്കാൻ പാടില്ലാത്ത രീതിയിൽ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഗ്രില്ല് വെച്ചിട്ടുണ്ടാകണം. കാര്യം ഈ കൊച്ചു കുട്ടികൾ പക്വതയില്ലാത്തവരാണ്. ആ കൊച്ചു കുട്ടികൾ കാറ് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ശ്രദ്ധിക്കാതെ കാറിന്റെ ഇടയിലേക്ക് പോകും, റോഡിലേക്ക് ഇറങ്ങും, നടപ്പാതയിലേക്ക് ഇറങ്ങും, പലതും ചെയ്യും. പക്ഷെ അത് ശ്രദ്ധിക്കേണ്ടത് വാഹനം ഓടിക്കുന്നവരാണ്, സ്കൂൾ അധികാരികളാണ്. സ്കൂൾ അധികാരികൾ ഒരു കാരണവശാലും കുട്ടികൾ ഈ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകാത്ത രീതിയിലേക്ക് വേണ്ട രീതിയിലുള്ള ബന്ദോബസ്ത് ചെയ്യേണ്ടിയിരുന്നു. തീർച്ചയായും. ഈ ഒരു നമുക്കറിയാം, ഈ തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്ന ഈ ഒരു അപകടം, ആ ഒരു കാർ നിയന്ത്രണം വിട്ട ഒരു സംഭവം, ഈ കാറിന് എന്തെങ്കിലും തരത്തിലുള്ള പിഴവുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അത് വളരെ കുറവാണെന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. ഈ ഒരു പരിശീലന കുറവാണ് കാരണമായി പ്രാഥമിക ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ ഒരു നിരത്തുകളിൽ, പ്രത്യേകിച്ച് ഈ സിറ്റി പോലുള്ള ഭാഗങ്ങളിലൊക്കെ കാർ ഓടിച്ചു പഠിക്കുന്നത് തന്നെ ഒരു മണ്ടത്തരമല്ലേ? തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. കാര്യം പരിശീലന കളരിയല്ല ഈ തിരക്കേറിയ തിരുവനന്തപുരം സിറ്റി. അതേപോലെ മറ്റ് സിറ്റികളിലും തിരക്കില്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൊക്കെയാണ്. ഇപ്പൊ നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അതുമാതിരി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്താണ് ഈ വേണ്ടത്ര പരിശീലനം കൊടുത്ത് റോഡിലേക്ക് ഇറക്കാൻ അയാൾ യോഗ്യനാണോ എന്ന് പരിശീലനം കൊടുക്കുന്ന ആൾ തീരുമാനിക്കണം. അല്ലാതെ യാതൊരുവിധ പരിശീലനം ഇല്ലാതെ ബ്രേക്ക് ഏതാ, ക്ലച്ച് ഏതാ, ആക്സിലറേറ്റർ ഏതാന്ന് അറിയാത്ത ഒരു ഡ്രൈവറും കൂട്ടി തിരക്കേറിയ ഒരു സ്ഥലത്ത് വന്നിട്ട് 4-5 പേര് ഇടിച്ചിട്ടു. ഇപ്പൊ 4 പേരുടെ നില ഗുരുതരമാണ്. അപ്പൊ നിരപരാധികളെ കൊന്നൊടുക്കുന്ന രീതിയിലുള്ള ഡ്രൈവിംഗ് ആണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. ഇതിനൊരു മാറ്റം വന്നേ തീരൂ. കാര്യം ഒരു സുരക്ഷാബോധം ജനങ്ങളിലും ഉണ്ടാകണം. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നിടത്ത്
പ്രോപ്പറായിട്ടുള്ള ഡ്രൈവിംഗ് അല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറിക്കൊണ്ട് 0 എറർ, അതായത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാൽ അത് പാസ്സായാൽ അയാൾക്ക് ഡ്രൈവിംഗ് വ്യക്തമായിട്ട് അറിയണം. അതിന് മേലെ ഒരു പരിശീലനത്തിന്റെ ആവശ്യമില്ല. അതിന്റെ അർത്ഥം എന്താണ്? ബേസിക് ആയിട്ട് ഡ്രൈവിംഗ് ഇഷ്യൂ ചെയ്തത് തെറ്റായിട്ടുള്ള ആളിനാണ്. അതാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ റോഡിലെ കുരുതികൾ കൂടുകയുള്ളൂ. കാര്യം ഇതിന് തടയിടേണ്ടത്, ഇതിനെ പ്രിവെന്റ് ചെയ്യുന്നത് റോഡ് സേഫ്റ്റി കൈയാളുന്ന ഗതാഗത വകുപ്പാണ്. ഗതാഗത വകുപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാനും അവർ തന്നെയാണല്ലോ. അപ്പൊ MED ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ഇനിമേലിൽ അതായത് ഇങ്ങനെയുള്ള പരിശീലന കളരിയായിട്ട് സിറ്റി റോഡിനെ ഉപയോഗിക്കരുത്. നിരപരാധികളായ ആൾക്കാർ സിറ്റിയിലെ, പ്രത്യേകിച്ച് ആശുപത്രിയുടെ മുന്നിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, രോഗികളുടെ ബന്ധുക്കാർ, അങ്ങനെ പലരും പോകുന്ന ഒരു ഏരിയയിലെ ഒരു അപകടം ഉണ്ടാക്കി ആൾക്കാരെ കൊല്ലുക എന്ന് പറയുന്ന ഡ്രൈവറുടെ പിഴവ് മാത്രമല്ല, ഇത് ഇഷ്യൂ ചെയ്ത ലൈസൻസിങ് അതോറിറ്റിയുടെ പിഴവും കൂടിയാണെന്ന് ഞാൻ ഈ സമയത്ത് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിപ്പോൾ ഇയാൾക്കെതിരെ ഏത് രീതിയിലാകും കേസെടുക്കാൻ സാധ്യതയുള്ളത്? ഇയാൾക്കെതിരെ റെക്ലസ് ഡ്രൈവിംഗിന് എടുക്കാം, പിന്നെ ആരും മരിക്കാത്തതുകൊണ്ട് 279 എടുക്കാം, പഴയ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 184 എടുക്കാം. സെക്ഷൻ എത്ര ഇട്ടാലും അതുകൊണ്ടൊന്നും ഇത് നേരെ ആകുന്നില്ലല്ലോ. നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഡ്രൈവിംഗ് പരിശീലനവും ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതും കർശനമായിട്ട് മാറ്റിയേ പറ്റുള്ളൂ. കാര്യം ഇന്ന് തന്നെ എത്രത്തോളം റോഡ് അപകടങ്ങൾ കേരളത്തിൽ ഉണ്ടായി, സൺഡേ ആയിട്ട് പോലും. അതിന്റെ അർത്ഥം നമുക്ക് സ്കൂളുകളിൽ റോഡ് സുരക്ഷ ബോധം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കോളേജുകളിൽ ഇപ്പൊ തന്നെ വെള്ളത്തിൽ വീണ് കുട്ടികൾ മരിക്കുന്നു. എന്തുകൊണ്ടാ? ആ കോളേജിൽ സുരക്ഷ, ജനറൽ സേഫ്റ്റി നോംസ് പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ, യുവാക്കളാണ് മരിക്കുന്നത്, അത് ഓർക്കണം. അപ്പൊ അതിനുവേണ്ടി എല്ലാ കോളേജിലെ അതിന്റെ സിലബസിന്റെ ഭാഗമാകണം റോഡ് സേഫ്റ്റിയും ഇങ്ങനെയുള്ള ജനറൽ സേഫ്റ്റിയും ഒക്കെ തന്നെ. കാര്യം സുരക്ഷാ ബോധമുള്ള ഒരു തലമുറയെ നമ്മൾ വാർത്തെടുത്തില്ലെങ്കിൽ ഇന്ത്യയിലെ യുവാക്കൾ റോഡിലും പുഴയിലും എല്ലാം വീണ് മരിച്ചുകൊണ്ടിരിക്കും. അതുമൂലം ഉണ്ടാകുന്ന ദുഃഖം നമുക്ക് താങ്ങാൻ പറ്റുന്നതേ അല്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.